Hey Parayas, welcome back to my Paray. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഓഫ് ബോസ് 700 നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ. ഇത് എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അതായത് എൻ്റെ കമ്പനി എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഞാൻ ഒരു ഹൈ അച്ചീവിംഗ് വർക്കറായിരുന്നു കഴിഞ്ഞ വർഷം. അതിൻ്റെ ഒരു റിവാർഡായിട്ട് അവർ എനിക്ക് തന്നതാണ്. സോ എനിവേ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് കാണാം, റിവ്യൂ കാണാം, പിന്നെ എന്തൊക്കെ നല്ല ഫീച്ചേഴ്സാണ് ഇതിനുള്ളതെന്ന് നോക്കാം. ആൻഡ് അറ്റ് ദ എൻഡ് I'll tell you if this is better than Sony XM4. ഡിലേ ചെയ്യാതെ ഇതിൻ്റെ അൺബോക്സിംഗ് കാണാം. നമുക്ക് നമ്മുടെ ബോസ് 700 നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺ ഇവിടെ അൺബോക്സ് ചെയ്യാം. ഇതൊരു ഫ്രസ്ട്രേഷൻ ഫ്രീ ബോക്സ് ആണ്. അതായത് പ്ലാസ്റ്റിക് റാപ്പ് ഒന്നുമില്ല. ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ടാബ് ഉണ്ട്. ആ ടാബ് നമ്മൾ പീൽ ചെയ്താണ് ഇത് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വാ മോളെ നീങ്ങുവാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോസ് 700ൻ്റെ ഹാർഡ് കേസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ ഹാർഡൊന്നുമല്ല. അപ്പോൾ സോണി XM4 ഹാർഡ് കേസ് ഇച്ചിരിയും കൂടെ എന്നാ പറയുന്നത് സൈസ് കുറവായിരുന്നു, മീനിങ് ഇത്രയും വിഡ്ത്ത് ഇല്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല വിഡ്ത്ത് ഉണ്ട്. പക്ഷേ നമ്മളിത് സൈഡിലോട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ലിം ബിൽഡാണ് ഈ ഒരു കേസിനുള്ളത്. അപ്പോൾ ഇത് വെച്ച് ട്രാവൽ ചെയ്യാനൊക്കെയാണ് കുറേ സ്ഥലം നമ്മുടെ ബുക്ക് ബാഗിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സൂട്ട് കേസിൽ നിന്നോ എടുക്കത്തില്ല. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നാ ലുക്കാ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഹെഡ്ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ വരുന്ന നല്ലൊരു മെമ്മറി ഫോം ഇയർ കപ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല മണ്ടയ്ക്കും നല്ലൊരു അത്യാവശ്യം നല്ല പാഡിംഗ് ഉണ്ട്. നമ്മുടെ സോണി XM4ൻ്റെ അകത്തൊരു പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, പക്ഷേ ഇതിൽ ആ പ്രോക്സിമിറ്റി സെൻസർ ഇല്ല. അപ്പം നമ്മളോട് ആരെങ്കിലും വന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ ഇത് നമ്മൾ ചെവിയിൽ നിന്ന് എടുക്കുമ്പം പാട്ട് പോസ് ആവത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഹെഡ്സെറ്റ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റിൻ്റെ അകത്ത് വെരി ലൈക്ലി ആ പ്രോക്സിമിറ്റി സെൻസർ കാണുമായിരിക്കും. ഇനി നമുക്ക് ഈ ഹെഡ്ഫോൺസിൻ്റെ ബട്ടൺസിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ സിസ്റ്റം കമാൻഡ്സ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളിപ്പം അലക്സയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിനോട് സംസാരിക്കാനോ ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് കപ്പിലോട്ട് പോകണമെങ്കിൽ ഒരു ബട്ടണേ ഉള്ളൂ. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മുടെ ട്രാൻസ്പെറൻസി മോഡ് ഓരോ സെറ്റിംഗ്സിലോട്ട് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 സെറ്റിംഗ്സ് ആണുള്ളത്. ഒരു തവണ ഞെക്കുകയാണെങ്കിൽ 0യും, 2 തവണ ഞെക്കുകയാണെങ്കിൽ 5 നോയിസ് ക്യാൻസലേഷനും, 3 തവണ ഞെക്കുകയാണെങ്കിൽ 10 നോയിസ് ക്യാൻസലേഷനുമാണ് വരുന്നത്. തൽക്കാലം നമുക്ക് ഹെഡ്ഫോൺ മാറ്റി വെച്ചിട്ട് ഈ കേസിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇവിടെ ഒരു ചെറിയ പേപ്പർ ഉണ്ട്. ഈ പേപ്പർ പറയുന്നത് നമ്മൾ ബോസ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നാണ്. അത് മാത്രമല്ല റൈറ്റ് കപ്പിൽ ഒരു ടച്ച് പാനൽ മീഡിയ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ അതെല്ലാം ഡെമോ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. എനിവേ നമുക്കത് മാറ്റി വെച്ചിട്ട് വേറെ എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അകത്തുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾ കാണുന്നില്ലേ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇത് ഒരു മാഗ്നറ്റിക് ലിഡാണ്. സോ ദാറ്റ്സ് റിയലി എ നൈസ് ടച്ച്. ഇത് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് 2 കേബിളാണ് ഇവിടെ ഉള്ളത്. ഒരു 3.5 mm to 2.5 mm ഓക്സ് കേബിളും പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് C കേബിളും. നമ്മൾ ആ കേസ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ പാംഫ്ലെറ്റ് ഉണ്ട്. ഈ ഒരു പാംഫ്ലെറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ ഹെഡ്സെറ്റ് സെറ്റപ്പ് ചെയ്യുന്നുള്ള ഒരു ചെറിയ ഗൈഡൊക്കെയാണ്. ഈ ഒരു ഹെഡ്ഫോൺ ഒരു യുണീക്ക് ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് കാണുന്നത് ഇങ്ങനെയാണ് ഇയർ കപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയോ നമ്മൾ ഇയർ കപ്പാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ മണ്ടയ്ക്കോട്ടും താഴോട്ട് ഇയർ കപ്പാണ് മാറ്റേണ്ടത്. നിങ്ങൾ 2-3 ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ കാണും, ഇത് കുറേ താഴോട്ട് പോവുകയാണെങ്കിൽ ഇളകി വരുമോയെന്ന്. ഇല്ല, ഇവിടെ ഒരു ചെറിയ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും എഡ്ജിലാവുമ്പം ഇത് ഇളകി വരത്തില്ല. എനിവേ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ ഹെഡ്ഫോൺ ഓൺ ആക്കണം. അപ്പോൾ ഓൺ ആക്കാൻ ഈ ഒരു സ്വിച്ച് ഒരു തവണ ഞെക്കിയാൽ മതി. ഞെക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വരുമോ നമുക്ക് നോക്കാം. ഒരു വൃത്തികെട്ട സൗണ്ട് ആയിരുന്നു. എനിവേ നമുക്കിതിനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ സെറ്റപ്പ് എ ന്യൂ പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഹെഡ്ഫോൺ ആൻഡ് ഫ്രെയിംസ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിന് മനസ്സിലായി ബോസ് NC700 അടുത്തുള്ളത്. നമുക്ക് കണക്ട് ഞെക്കാം. എന്ത് പേരാണ് ഇതിന് കൊടുക്കേണ്ടതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കസ്റ്റം നെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ബോസ് 700 എന്ന് കൊടുക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് റീനെയിം ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ചെറിയ ഗൈഡ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന്. ഒബിയസ്ലി അതെല്ലാം ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ കഴിഞ്ഞ് കാണിക്കാം. ഓൾ സെറ്റ് ഞെക്കണം ആൻഡ് യു ഗെറ്റ് ടു ഗോ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പം ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങളിവിടെ കാണുന്നില്ലേ. അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ കിട്ടും, EQ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ഒരു EQ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെഡ്സെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ബാസ് കൂട്ടാൻ പറ്റും, ട്രബിൾ കുറയ്ക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബോസ് 700 മീഡിയ കൺട്രോൾസിനെ കുറിച്ച് സംസാരിക്കാം. മീഡിയ കൺട്രോൾസ് എല്ലാം ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്, നമ്മുടെ റൈറ്റ് ഇയർ കപ്പിൽ. ഈ ഒരു ഫീച്ചർ ബോസ് സോണിയിൽ നിന്നാണ് കോപ്പി അടിച്ചത്. കാരണം സോണി XM3-ലായിരുന്നു ആദ്യമായിട്ട് ഒരു ടച്ച് പാനൽ റൈറ്റ് ഇയർ കപ്പിൽ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സെയിം ഫീച്ചർ ബോസ് 700 ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഐഫോൺ സ്ക്രീൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്പോട്ടിഫൈ പോയി ഒരു പാട്ട് പ്ലേ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പാട്ട് പ്ലേ ആവുന്നുണ്ട്. നമുക്ക് പോസ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. കണ്ടോ, പോസായി. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാം.
നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാൻ ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി. കണ്ടോ, നെക്സ്റ്റ് അങ്ങോട്ട് പോയി, പിന്നെ നെക്സ്റ്റ് സോങ്ങിലോട്ട് പോകാം. ഇനി പ്രീവിയസ് സോങ്ങിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. കണ്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ബോസ് 700 മീഡിയ കൺട്രോൾസ് ആണ് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ സോണി XM4 റിവ്യൂ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു ഒരു പാട്ട് പ്ലേ ചെയ്യാൻ. സോ അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബോസ് 700 മീഡിയ കൺട്രോൾസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ബോസ് 700 മൈക്രോഫോൺ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ബോസ് 700 മൈക്രോഫോൺ ക്വാളിറ്റി? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ എൻ്റെ റൂമിൽ ഒരു ശബ്ദവുമില്ല, വലിയ രീതിയിലുള്ള ശബ്ദങ്ങളൊന്നുമില്ല. ഈ ഒരു ഹെഡ്ഫോണിന് 8 മൈക്രോഫോൺ ആണുള്ളത്. നമ്മുടെ സോണി XM4ൽ 5 മൈക്രോഫോണേ ഉള്ളായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു മൈക്രോഫോൺ ക്വാളിറ്റിയാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ ഞങ്ങളുടെ വണ്ടികൾ താഴെ കഴുകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് മെഷീൻ്റെ സൗണ്ടും വെള്ളം ചീറ്റുന്ന സൗണ്ടും ഒക്കെ. ഇതൊരു നല്ല സെറ്റപ്പാണ് നമുക്ക് നമ്മുടെ ബോസ് 700 മൈക്രോഫോൺ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പം എൻ്റെ വോയിസ് കേൾക്കുന്ന ഈ ലഫേൽ മൈക്കിൽ നിന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ബോസ് 700 ഒന്ന് സ്വിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന എത്രത്തോളം സൗണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയുടെ ഓഡിയോയിലോട്ട് സ്വിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനിയും ഞാൻ എൻ്റെ ബോസ് 700 മൈക്രോഫോണിലോട്ട് ഇപ്പം സ്വിച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സൗണ്ട്? നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് മൈക്രോഫോൺ ക്വാളിറ്റി? നിങ്ങൾക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുമോ? എൻ്റെ സൗണ്ട് മഫിൾഡ് ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതോ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണോ? ഇനി നമുക്ക് നമ്മുടെ ബോസ് 700 കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിനൊരു 5.0 ബ്ലൂടൂത്ത് ആണുള്ളത്. നമ്മുടെ ഡിവൈസിൽ നിന്ന് 33 അടി മാറി നിൽക്കുകയാണെങ്കിൽ വരെ നമുക്ക് നമ്മുടെ മീഡിയയിൽ ഒരു ഹിക്കപ്പും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് ഒരു ഫുൾ ബാറ്ററി ലൈഫ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന് വരുന്ന ഫുൾ ബാറ്ററി ലൈഫ് എന്താണെന്ന് വെച്ചാൽ 20 hours ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ സോണി XM4 റിവ്യൂ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സോണി XM4ൽ 30 മണിക്കൂറാണ് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കുകയാണെങ്കിൽ 38 മണിക്കൂർ വരെ നമുക്ക് സോണി XM4ൽ കിട്ടും. പക്ഷേ ഇവിടെ 20 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അതാണ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യം. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു പ്രോക്സിമിറ്റി സെൻസർ ഇല്ല. ഞാൻ ഓൾറെഡി അത് മെൻഷൻ ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ എയർപോഡ്സ് 2016 ഇറങ്ങിയത്. അവർക്ക് പ്രോക്സിമിറ്റി സെൻസർ ഫിറ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബോസ് 700 അതായത് ഒരു ഹെഡ്ഫോൺ കമ്പനിക്ക് പ്രോക്സിമിറ്റി സെൻസർ ആഡ് ചെയ്തുകൂടാ? എഗെയിൻ ഇതൊരു 2 വർഷം പഴക്കമുള്ള ഒരു ഡിവൈസാണ്. മേ ബി നെക്സ്റ്റ് ഇയറോ അല്ലെ എന്നാണോ അടുത്ത പ്രൊഡക്റ്റ് റിലീസ് ആകുമ്പം ആ ഒരു ഫീച്ചർ കാണുമായിരിക്കും. പക്ഷെ ഐം ജസ്റ്റ് സേയിങ്. ഇനി എനിക്ക് ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ 2 ഡിവൈസോ സൈമൾട്ടേനിയസ്ലി ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ബിറ്റ്വീൻ ഡിവൈസസ് ഇസ് വെരി ലാഗ് ഫ്രീ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പാട്ട് പോസ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ ജസ്റ്റ് ഫോണിൽ പോസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത് ഡിറ്റക്റ്റ് ആവും. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് അഡീഷണൽ ആയിട്ട് എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബോസ് മ്യൂസിക് ആപ്പിൽ നമുക്ക് ഓരോ ഡിവൈസസ് ടോഗിൾ ഓൺ ആൻഡ് ഓഫ് ആക്കാം. അതായത് ഒരിക്കലും നമ്മൾ പെയർ ചെയ്യുന്ന ഡിവൈസ് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിറ്റ്വീൻ ഡിവൈസസ് ഉപയോഗിക്കാൻ പറ്റും. മ്യൂസിക് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, പേഴ്സണലി ഐ തിങ്ക് സോണി XM4 ഇസ് ബെറ്റർ. കാരണം നമുക്ക് കുറേ രീതിയിൽ ഈക്വലൈസർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ അത്രയും കൺട്രോൾ ഇല്ല. അത് മാത്രമല്ല ബോസ് 700 എപ്പോഴും ഒരു ഫ്ലാറ്റ് മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മ്യൂസിക് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് നിങ്ങളൊരു ഹെഡ്ഫോൺ മേടിക്കുന്നതെങ്കിൽ ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നത് XM4 മേടിക്കാനാണ്. പക്ഷേ നിങ്ങൾ ഇപ്പം ഫോൺ കോളിൽ കയറുന്ന ഒരാളാണെങ്കിൽ, അതായത് കുറേ കോൺഫറൻസ് കോളിൽ കയറുന്ന ഒരാളാണെങ്കിൽ ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നത് ബോസ് 700 മേടിക്കാനായിരിക്കും. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഐ പേഴ്സണൽ തിങ്ക് ഇറ്റ്സ് വർത്ത്. ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡിവൈസിനെ കുറിച്ച് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇത് എൻ്റെ പേഴ്സണൽ ഡിവൈസ് ആണ്, മീനിങ് ഐ എം ഗോണ കീപ് ദിസ് ഫോർ എവർ. സോ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ക്വസ്റ്റനോ അല്ലെ ഒരു ഫോളോ അപ്പ് വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷൻ ഇട്ടാൽ മതി. എനിവേ, നിങ്ങൾ ഇത്ര നേരം കണ്ട സന്തോഷം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ബൈ.